ഞാൻ ഇറങ്ങുക, പള്ളിക്ക് പോകാനായല്ല. എന്നാ വേറെ ഇറങ്ങിക്കോളി, അസ്രാൻ കൊടുക്കാനായി. ഈ മക്കളൊന്നും തരുന്നില്ലല്ലോ തർക്കത്തിന് പൈസ. ഈ നാണവും മാനവും കടയിൽ വാങ്ങാൻ കിട്ടൂല ഷാജാനെ. അത് വീട്ടിൽ നിന്ന് തന്നെ പഠിക്കണം. ഏത് ഉസ്താദാടോ നിങ്ങളോടൊക്കെ ഇങ്ങനെ കൈതിരുമ്മി നിൽക്കണത്? എത്ര നാണം കെട്ട സംസ്കാരമാണിത്. ഈമാനുള്ളൊരുത്തനെ ഇതൊക്കെ കണ്ട വേദനിക്കൂലേ? എല്ലാം കോമഡിയാക്കുകയാണോ വേണ്ടത്? നാളെ നിങ്ങളെയും കുടുംബത്തേക്ക് നടുറോട്ടിൽ ഇറക്കി നിർത്തി ആളുകൾ പരിഹസിക്കുന്ന ഒരവസ്ഥ വരില്ല എന്ന് ആര് കണ്ടു? അങ്ങനെ പരിഹസിക്കപ്പെടുന്ന ഒരവസ്ഥ ഉണ്ടാകുമ്പോഴും എല്ലാവരും നോക്കിയിരുന്ന് ഇങ്ങനെ ചിരിക്കുമോ? അല്ലേ? അങ്ങനെ ചിരിക്കാണോ വേണ്ടത്? അങ്ങനെ പരിഹസിക്കുന്ന ഒരു നാണം കെട്ട ഏർപ്പാട്, ഇത് ഇസ്ലാമുമായിട്ട് എന്ത് ബന്ധം? ഇത് പോട്ടെ, ഇസ്ലാം വിട്ട് ഒരു മനുഷ്യനായിട്ട് എന്ത് ബന്ധം? മനുഷ്യൻ്റെയൊക്കെ കൂട്ടത്തിൽ എണ്ണാൻ പറ്റുന്നവരാണോ ഇങ്ങനെ കാണിച്ചു കൂട്ടുന്ന ഈ കോമാളി കൂട്ടങ്ങൾ? ഒന്ന് ചിന്തിച്ചു, ഒന്ന് തലച്ചോറിലേക്ക് ഇത് കയറുന്നില്ലേ? നിങ്ങളുടെയൊക്കെ കാല് തിരുമാൻ വരുന്ന ഏത് പണ്ഡിതനാണ് സഹോദരൻ ഉള്ളത്? ഏത് പണ്ഡിതനാണുള്ളത്? ഈ യുക്തിവാദവും പുത്തൻവാദവും ഒക്കെ തലക്ക് പിടിച്ചു കഴിയുമ്പോഴേ ഒന്നുമല്ലാതിരുന്ന നമ്മളെയൊക്കെ അലിഫ് മുതൽ പഠിപ്പിച്ചു തന്ന ആ പാവപ്പെട്ട ഉസ്താദന്മാരുടെ നെഞ്ചത്തോട്ട് കയറുന്ന ഒരു നാണം കെട്ട ഇടപാടുണ്ട്. എത്ര നാൾ കയറും അത്? ഇങ്ങനെയൊക്കെ ഒരു മനുഷ്യൻ്റെ മനസ്സ് വേദനിപ്പിച്ചാൽ അതിനേക്കാൾ വലിയ അക്രമം ഏതാ ചങ്ങാതി? ആ മനുഷ്യന്മാരില്ലാതിരുന്നുവെങ്കിൽ നമുക്ക് അലിഫ് പഠിക്കാൻ, ഖുർആൻ പഠിക്കാൻ, നിസ്കാരം പഠിക്കാൻ ഇവിടെ ഓപ്ഷൻ ഉണ്ടായിരുന്നോ? എന്തോ ഓപ്ഷൻ ഉണ്ടായിരുന്നത്? ഈ കാണുന്ന ഇത്രയും വലിയ 10,000-കണക്കിന് മദ്രസ സംവിധാനങ്ങൾ ഉണ്ടായിരുന്നത് കൊണ്ടാണ് നീയൊക്കെ ഈ പരിഹസിക്കുന്ന ആലിമീങ്ങളിലൂടെ ഇൽമു പഠിക്കാനുള്ള അവസരം ഉണ്ടായത്. ഇന്ന് നിസ്കരിക്കാൻ, ഒരു സലാം പറയാൻ, ബാപ്പാനും ഉമ്മാനും തിരിച്ചറിയാൻ, ഭാര്യയോടുള്ള കടമകൾ അറിയാൻ, ഒരു മുസ്ലിമായിട്ട് എങ്ങനെ ജീവിക്കണമെന്ന് പഠിപ്പിച്ചത് ചെറുപ്പം മുതൽ ഈ ഉസ്താദന്മാരുണ്ടായതുകൊണ്ടാണ്. അങ്ങനെ ഇല്ലാത്ത ഇതര സംസ്ഥാനങ്ങളിലേക്കൊക്കെ ഒന്ന് യാത്ര ചെയ്ത് നോക്കണം. ഈ മദ്രസ സംവിധാനങ്ങളൊന്നും ഇല്ലാത്ത ഉത്തരേന്ത്യകളിലേക്ക്, കൃത്യമായി നടക്കാത്ത ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലേക്കൊക്കെ ഒന്ന് കടന്നു ചെന്ന് നോക്കണം മോനെ. അള്ളാന്ന് പോലും പറയാനറിയാത്ത ഒരുപാട് കുഞ്ഞുങ്ങളുണ്ട്. നമുക്ക് അള്ളാഹു റബ്ബുൽ ആലമീൻ ഈ സൗകര്യങ്ങളൊക്കെ തന്നു ഈ ആലിമീങ്ങളിലൂടെ. എന്നിട്ട് ഇതൊക്കെ കയ്യിലേക്ക് കിട്ടിക്കഴിയുമ്പോൾ അവരൊക്കെ വിലയില്ലാത്തവരാവുക, അല്ലേ? എത്രമേൽ നാണം കെട്ട ഇടപാടാണത്. പിന്നെ ഇതിനെയൊക്കെ അനുകൂലിക്കുന്ന ആളുകളുണ്ടാവും. അതിപ്പോൾ സ്വന്തം ഭാര്യയെ നാട്ടുകാരുടെ മുമ്പിൽ കൊണ്ടുവന്ന് പ്രദർശിപ്പിച്ച് പൈസ ഉണ്ടാക്കുന്ന ആളുകളെയും അനുകൂലിക്കാൻ ചില വാഴപ്പിണ്ടികളുണ്ടാവും. അത് യാഥാർത്ഥ്യമാണ്. ഇനി നിങ്ങൾ നോക്കി, ഈ വിഷയം പറഞ്ഞു കഴിയുമ്പോൾ ഇതിൻ്റെ ഇടയിൽ വന്ന് എന്നെ തെറി പറയാനുണ്ടാവും ആളുകൾ. അതായത് നിലപാടില്ലായ്മ, നട്ടലില്ലായ്മ എന്ന് പറയുന്നത് അത് സ്വാഭാവികമായി ചില ആളുകൾക്ക് ഉണ്ടാകുന്നതാണ്. അവരിത്തരം വീഡിയോകൾക്ക് അനുകൂലമായി സംസാരിച്ചേക്കാം. പക്ഷേ ഞാൻ നോക്കിയെടുത്തോളം ഈ വീഡിയോ വിമർശിച്ചുകൊണ്ടാണ് ഇതിൻ്റെ ചോട്ടിൽ വന്ന മുഴുവൻ കമൻറ്റുകളും, ബഹുഭൂരിഭാഗം കമൻറ്റുകളും 1-2 ഈ പറഞ്ഞ വിശേഷണത്തിലുള്ളത്. പിന്നെ ഏതായാലും വിഷയത്തിലേക്ക് വരാം. നമ്മുടെ വീടുകളിലൊക്കെ എന്തെങ്കിലുമൊക്കെ ഒരു വിശേഷമുണ്ടായാൽ ആലിമീങ്ങളായ ആളുകളെ, അറിവുള്ള ആളുകളെ കൊണ്ടുവന്ന് ദുആ ചെയ്യിപ്പിക്കുക. ആ ദുആഇന് അള്ളാഹുവിൻ്റെ ഭാഗത്ത് നിന്ന് ഉത്തരം കിട്ടും. കാരണം ഇൽമുമായി ബന്ധപ്പെടുന്ന ആളുകളാണല്ലോ. ആ നിലയ്ക്ക് നമ്മൾ അവരെ പ്രത്യേകം വിളിച്ചൊന്ന് ദുആ ചെയ്യിപ്പിക്കാറുണ്ട്. ഇത് ഇസ്ലാമിൻ്റെ പാരമ്പര്യമാണ്. ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ, സ്വഹാബത്ത് റളിയല്ലാഹു അൻഹും, അതിലെ ഉന്നതർ, ഇവരെയൊക്കെ വിളിച്ച് വീടുകളിൽ പ്രാർത്ഥന നടത്തിയിരുന്നു സ്വഹാബത്ത്. അതങ്ങനെ അക്കാലം മുതൽ ഇതുവരെ തുടർന്നു പോരുന്നുണ്ട്. ഇതൊക്കെ കാണുമ്പോൾ സഹിക്കാത്ത കുറച്ച് ബിദ്അത്തുകാരായ ആളുകൾ, ആ ബിദ്അത്ത് തലയിലേക്ക് കയറിയാൽ പിന്നെ ആലിമീങ്ങളൊന്നുമല്ലാതാകും, ഇൽമിൻ്റെ അഹ്ലുകാരൊന്നും അല്ലാതാകും. എന്തിനേറെ സ്വന്തം ബാപ്പ പോലും കാഫിറാണെന്ന് പറയുന്ന, ഞാൻ കാഫിറിനുണ്ടായതാണെന്ന് അഭിമാനത്തോടെ പറയുന്ന ആ പുത്തൻവാദികളായ മനുഷ്യന്മാർ ഇവിടെ ഇല്ലെന്ന്, അല്ലേ? സ്വന്തം ബാപ്പ അവർക്ക് കാഫിറായെങ്കിൽ പിന്നെ ആലിമീങ്ങളുടെ കാര്യം പറയാനുണ്ടോ? എന്നാൽ ഈ പറയുന്നവനും അലിഫ് പഠിച്ചിട്ടുണ്ടാവുക ഈ ഉലമാഇൻ്റെ കയ്യിൽ നിന്നായിരിക്കും, അല്ലേ? ഞാൻ ഒരു കാര്യം പറയട്ടെ, നിങ്ങൾക്ക് വേണമെങ്കിൽ വിളിച്ചാൽ പോരെ. നിങ്ങൾക്ക് ദ്വാരക്കാൻ കഴിയുമെങ്കിൽ നിങ്ങളങ്ങ് ദ്വാരന്നാൽ പോരെ. ആർക്കപ്പോൾ ദ്വാരക്കാൻ കഴിയാത്തത്? എല്ലാവർക്കും ദ്വാരക്കാൻ അറിയാമല്ലോ. അറബിയിൽ തന്നെ ദ്വാരക്കണമെന്നുണ്ടോ? അള്ളാഹ്ക്ക് ഇല്ലല്ലോ. മലയാളത്തിൽ ദ്വാരന്നാൽ പോരെ. നിങ്ങളുടെ വീട്ടിലൊരു ഫംഗ്ഷൻ ഉണ്ടാകുമ്പോൾ, ഷാജഹാൻ്റെ വീട്ടിലൊരു ഫംഗ്ഷൻ നടക്കുമ്പോൾ ഷാജഹാൻ തന്നെ അൽഫാത്തിഹ വിളിച്ചങ്ങ് ദ്വാരക്ക്. എന്താ ഷാജഹാന് പറ്റാത്തത്? നിങ്ങൾക്ക് അറിയാത്ത വിഷയമൊന്നുമില്ലല്ലോ. മലയാളത്തിലങ്ങ് ദ്വാരന്നാൽ മതി. അപ്പോൾ നമ്മളൊരാളെ വീട്ടിലേക്ക് ക്ഷണിച്ചാൽ മാന്യമായി അവരെ പരിഗണിക്കണം. മനസ്സിലാവുന്നുണ്ടോ? ഏതെങ്കിലും ആലിം ഇങ്ങനെ തലചൊറിഞ്ഞ് പോക്കറ്റും മാന്തി ഇങ്ങനെ നിൽക്കുമോ? ഏതാലിമാണോ അങ്ങനെ നിൽക്കുന്നത്? ഏത് ഉസ്താദ് അങ്ങനെ നിൽക്കുന്നത്? എത്രമേൽ വൃത്തികെട്ട ദുരാരോപണമാണ് നിങ്ങൾ അഴിച്ചുവിടുന്നത് ഈ കോമഡി എന്ന് പറഞ്ഞ്, ഈ പേക്കൂത്തിലൂടെ. എന്ത് കോമഡിയാണ് ഇതിലുള്ളത്? എന്ത് കോമഡി? കോമഡി എന്ന് പറഞ്ഞാൽ എല്ലാ പേക്കൂത്തുകളും കാണിച്ചിട്ട് ഇളിച്ചു നിൽക്കലാണോ കോമഡി എന്ന് പറയുന്നത്? മഅദല്ലാഹ്, എത്രമേൽ അധപ്പതിച്ചു പോയി സമുദായം. ഒരു ആലിമിന് നമ്മൾ പോകാൻ നേരത്ത് എന്തെങ്കിലുമൊക്കെ അങ്ങോട്ട് കൊടുക്കുന്നത് ഹദിയയാണ്. ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വരുമാനം, മുത്തുനബിക്ക് ജോലി ഉണ്ടായിരുന്നോ? ഇല്ലല്ലോ. അവിടത്തേക്ക് ഹദിയയായിരുന്നു വരുമാനം, സ്വതക്കയല്ല, ഹദിയ, സമ്മാനം. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആട് മേച്ചില്ലേ ഉസ്താദെ? കച്ചവടം നടത്തിയില്ലേ? അതൊക്കെ നുബുവത്തിന് മുൻപാണ്.
നുബുവത്തിന് ശേഷം സയ്യിദി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരു ജോലിക്കും പോയിട്ടില്ല. അവിടുത്തെ വരുമാനം ഹദിയയായിരുന്നു. കാരണം അവിടത്തേക്ക് അത്ര വലിയ ഉത്തരവാദിത്തമുണ്ടായിരുന്നു. ഇൽമിൻ്റെ പ്രചരണം, ദീനിൻ്റെ പ്രചരണം, ശരീഅത്തിൻ്റെ സംസ്ഥാപനം കൃത്യമായി നടത്തിയിരുന്നു മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ ആലിമീങ്ങൾ നിങ്ങളിലേക്ക് വന്നൊന്നും ചോദിക്കുന്നില്ല. അവരെ നിങ്ങളൊരു പരിപാടിക്ക് വിളിക്കുമ്പോൾ അവരാ പരിപാടിയിൽ വരുന്നു, ദുആ ചെയ്യുന്നു, മൗലിദ് നടത്തുന്നു, റാത്തീബ് നടത്തുന്നു, ഇതൊക്കെ ചെയ്യുന്നുണ്ട്. പോകാൻ നേരത്ത് മാന്യമായി അവരൊന്ന് പരിഗണിച്ച് എന്തെങ്കിലും ഹദിയയായി കൊടുക്കുക എന്ന് പറയുന്നത് അത് ഉമ്മത്തിൻ്റെ സ്വഭാവമാണ്, ഈമാനുള്ളവൻ്റെ സ്വഭാവമാണ്. നിങ്ങൾ കൊടുത്തില്ല എന്ന് എഴുതിയിട്ട് അവരാരുടെയും കഴുത്തിൽ പിടിച്ചിട്ട് എടുക്കട പൈസ എന്ന് പറയൂല. അങ്ങനെ പറയൂല. ആലിമീങ്ങൾ അങ്ങനെ നിങ്ങളുടെ മേത്തോട്ട് കയറിയിട്ട് പൈസ ഒന്നും ചോദിക്കുന്നവരല്ല, അങ്ങനെ ചോദിക്കുകയുമില്ല, ചോദിച്ചിട്ടുമില്ല. അപ്പം ഇല്ലാത്ത ഈ ദുരാരോപണം ഉണ്ടാക്കി വെക്കുന്നത് ഉലമാഇൻ്റെ നെഞ്ചത്തോട്ട് കയറാനുള്ള ചില ബിദ്അത്തുകാരുടെ കുൽസിത പ്രവർത്തനത്തിൻ്റെ ഭാഗമാണ്. അതിൽ ഈമാനുള്ളവർ പെട്ടുപോകാൻ പാടില്ലല്ലോ. ഇന്ന് ഉലമാക്കളായ ആളുകളൊക്കെ, ആലിമീങ്ങളും മുത്തഅല്ലിമീങ്ങളൊക്കെ വലിയ അളവിൽ ഭൗതിക വിദ്യാഭ്യാസം കൂടി നേടിയിട്ട് ഡോക്ടറേറ്റ് എടുത്തവർ, അതുപോലെ തന്നെ പല കോളേജിൽ അധ്യാപകരായവർ, ഡോക്ടേഴ്സ്, എൻജിനീയേഴ്സ്, വാട്ടെവർ അല്ലേ, അന്താരാഷ്ട്ര യൂണിവേഴ്സിറ്റികളിൽ പോലും പ്രൊഫസറുകളായ ഈ പറയുന്ന മുസ്ലിയാക്കന്മാരുണ്ട്. ഈ 10ാം ക്ലാസ് പോലും വിദ്യാഭ്യാസം നേടിയിട്ടില്ലാത്ത ഇതുപോലുള്ള ചില കോമാളിക്കൂട്ടങ്ങൾ വന്ന് ആലിമീങ്ങളുടെ മെക്കെട്ട് കയറുന്ന എത്ര നെറികെട്ട കാഴ്ച. നിങ്ങളുടെ ഈ 5നും 10നും വേണ്ടിയിട്ട് പോക്കറ്റും ചൊറിഞ്ഞ് നിൽക്കുന്നവരാണ് ഉലമാക്കളെന്ന് നിങ്ങൾ തെറ്റിദ്ധരിച്ചു പോയോ? അതാണോ ഉലമാ നിങ്ങൾക്ക് പകർന്നു തന്നത്? എത്രമേൽ മോശമാണ് സഹോദര. നിങ്ങളോടുള്ള ദേഷ്യമൊന്നുമല്ല, ഇതൊക്കെ കാണുമ്പോഴുള്ളൊരു സങ്കടകരമായ വൈകാരികമായ അവസ്ഥയാണ്. സങ്കടമാണിത്. ഇതെന്തൊരവസ്ഥയാണിത്. ഇത് അഹ്ലുസുന്നയുടെ ആളുകൾ മാത്രമൊന്നുമല്ല ഹദിയ വാങ്ങുന്നവർ. ഇപ്പോൾ വഹാബിയൻ പള്ളിയിൽ നിന്ന് അവരുടെ വീട്ടിൽ എന്തെങ്കിലുമൊക്കെ പ്രോഗ്രാം നടക്കുമ്പോൾ ഇനി ദ്വാ എന്ന് ഉറപ്പിച്ചില്ലെങ്കിലും കല്ലിടാനും അതുപോലെ തന്നെ വേറെ പലതിനും പല മൗലവിമാരെയും വിളിക്കാറുണ്ട്. പോകാൻ നേരത്ത് കൊടുക്കാറുണ്ട് എന്തെങ്കിലും ഒരു ഹദിയ. അവരാരും ചോദിച്ചിട്ടുമില്ല, നമ്മളും ചോദിക്കാറില്ല. എൻ്റെ വീടിൻ്റെ അടുത്ത് അങ്ങനെ ഒരു സംഭവം ഉണ്ടായപ്പോൾ അവരെ വീട്ടുകാർ തമ്മിൽ സംസാരം ഉണ്ടായി. മൗലവിക്ക് കൊടുത്തു പോയത് കുറഞ്ഞെന്ന് തോന്നുന്നു, അയാളിങ്ങനെ പോക്കറ്റും തിരുമ്മിക്കൊണ്ട് പോകണ കണ്ടുവന്നു. ഏത് സുന്നിയല്ല അല്ലാത്ത വിഭാഗത്തിനെ കുറിച്ച് പറയണത്. അപ്പോൾ ആളുകളുടെ ഈ ഡയലോഗൊന്നും ഒരിക്കലും മാറാൻ പോണില്ല. എന്നാൽ പിന്നെ നിങ്ങൾ കൊടുക്കരുതായിരുന്നു. കൊടുത്തിട്ട് ഈ ജാതി വർത്താനം പറയുന്നത് എത്രമേൽ നെറികെട്ട ഏർപ്പാടാണ്. ഒരു ഹദിയല്ലേ, നമുക്ക് വേണ്ടി ഒരു കാര്യം ചെയ്തു തരാൻ വന്നിട്ട് നമ്മളൊന്നും കൊടുക്കാതെ പറഞ്ഞേക്കാന്ന് പറയുന്നത് നമ്മുടെ നാണക്കേടാണ് ഇല്ലേ? നമുക്ക് നാണോ മാനം ഉണ്ടെങ്കിൽ നമ്മൾ ഈ ജാതി വർത്തമാനങ്ങൾ നമ്മൾ പറയുമോ? എത്രമേൽ മോശമാണത്. ഇത് ബിദ്അത്ത് തലക്ക് കയറിയിട്ടാണെങ്കിൽ അവർ സ്വയം ഒന്ന് ചിന്തിച്ചു നോക്കുന്നത് നല്ലതാണ്. നിങ്ങളുടെ കൂട്ടത്തിൽ തന്നെ പെട്ട ചില പ്രഭാഷകരുണ്ട്, കരിങ്കൽ ക്വാറിയിൽ പണിയെടുത്ത് നടന്ന വെറും കൂലിപ്പണിക്കാരായ ആളുകൾ. കൂലിപ്പണിക്കാർ മോശമെന്നല്ല കേട്ടോ, കൂലിപ്പണിയെടുത്ത് നടന്നിരുന്ന അങ്ങനെയുള്ള മനുഷ്യന്മാർ വെറും മലയാള പരിഭാഷ വായിച്ചിട്ട് ഒരു ഇൽമുമില്ല, ഒരു അറബിയിലുള്ള ലഫ്ള് വായിക്കാൻ ശരിക്കറിയാൻ പാടില്ലാത്തവർ ഈ പരിഭാഷ വായിച്ച് പഠിച്ച് സ്റ്റേജിൽ കയറി വലിയ ബഹളം ഉണ്ടാക്കി 36ൻ്റെ 28 നോക്ക്, 28ൻ്റെ 16 നോക്കുന്നൊക്കെ ഇങ്ങനെ അടിച്ചു വിട്ടപ്പോൾ സാധാരണക്കാരായ കുറേ കുഞ്ഞാടുകൾ അതിൽ പെട്ടുപോയി. ഇന്ന് വെറും ഓലക്കുടിലുണ്ടായിടത്ത് വലിയ ബംഗ്ലാവിന് സമാനമായ വീടാണ്. ഈ കരിങ്കൽ ക്വാറിയിൽ പണിയെടുത്തിട്ടാണോ ഇദ്ദേഹം, ഈ കൂലിപ്പണിയെടുത്തിട്ടാണോ ഇദ്ദേഹം ഈ വലിയ വീട് പണിതത്? അല്ലല്ലോ. ഇവർ ബിദ്അത്തുകാരോട് അവിടെ ചെന്ന് നിന്ന് സുന്നികൾ മുശ്രിക്കാണ്, മറിച്ചതാണെന്നും പറഞ്ഞ് പ്രസംഗം നടത്തി പൈസ ഊറ്റിയെടുത്തിട്ടല്ലേ ഈ വീടുണ്ടാക്കിയത്? ഏതെങ്കിലും അഹ്ലുസുന്നയുടെ ഉലമാക്കൾ ഈ പണിക്ക് നിൽക്കുന്നുണ്ടോ? ഇല്ലല്ലോ. നിങ്ങൾ മൗലിദ് കഴിഞ്ഞ് പോകുമ്പോൾ കൊടുക്കുന്ന ആ ഹദിയ കൊണ്ടാണ് ഇവർ കൊട്ടാരം ഉണ്ടാക്കിയതെന്ന് പറയാൻ നിങ്ങൾക്ക് പറ്റുമോ? അപ്പോൾ നമ്മളൊരു സംഗതി, ഒരു വിഭാഗത്തോടുള്ള വിരോധം അവരെ ഇത്രമേൽ വൃത്തികെട്ട രീതിയിൽ എതിർക്കാനുള്ള ഒരു കാരണമായി മാറാൻ പാടില്ല. അത് പരിശുദ്ധ ഖുർആനിൻ്റെ അധ്യാപനം തന്നെയാണ്. ഇനി ആ ഒരു കാര്യം നിങ്ങളോട് പറയട്ടെ. നമുക്ക് വേണ്ടി ഒരാൾ ഇസ്ലാമികപരമായ ഒരു കാര്യം ചെയ്തു തന്നു. അവർക്ക് ഹദിയ ചോദിച്ച് വാങ്ങാമെന്നാണ് ഇസ്ലാം പറയുന്നത്. എന്നിട്ടും ഒരു ഉസ്താമാർ ചോദിച്ച് വാങ്ങണില്ല. ഹദീസിൻ്റെ വെറുതെ പറയല്ല, അത് എവിടെയെങ്കിലുമൊക്കെ ഉള്ള ഹദീസല്ല. മഹാനായ ഇമാം അൽ ബുഖാരി റളിയല്ലാഹു അൻഹു അവിടുത്തെ സ്വഹീഹിൽ ഉദ്ധരിക്കുന്ന സ്വഹീഹായ ഹദീസ് 5295 ഹദീസാണ്. അൻ അബി സഈദിനിൽ ഖുദ്രി റളിയല്ലാഹു അൻഹു, അബൂ സഈദിനിൽ ഖുദ്രി റളിയല്ലാഹു അൻഹുവിനെ തൊട്ട് നിവേദനം ചെയ്യപ്പെടുന്ന ഹദീസാണ്. അന്ന നാസം മിൻ അസ്ഹാബിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതൗ അലാ ഹയ്യിൻ മിൻ അഹ്യാഇൽ അറബ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്വഹാബത്തിൽപ്പെട്ട ഒരു വിഭാഗം അറബികളുടെ ഒരു ഗോത്രത്തിൻ്റെ ഇടയിലേക്ക് എത്തുകയാണ്. ഇപ്പോൾ അവിടെ ചില സംഗതികളൊക്കെ നടന്നു, ഞാൻ വിശദീകരിക്കുന്നില്ല. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും ഒരാൾ ഓടി വരുന്നുണ്ട്, നിങ്ങളിൽ ആരെങ്കിലും മന്ത്രിക്കുന്ന ആളുണ്ടോ? ഞങ്ങളുടെ നേതാവിന്, ഗ്രാമത്തലവിന് വിഷം തീണ്ടിയിട്ടുണ്ട്. അപ്പോൾ സ്വഹാബത്ത് പറഞ്ഞു, മന്ത്രിക്കാൻ ഞങ്ങൾക്ക് പറ്റൂല, കാരണം നിങ്ങൾ ഞങ്ങളെ പരിഗണിച്ചില്ല. ഇനി വരണമെങ്കിൽ നിങ്ങൾ ഇനാം തരണം, പൈസ തരണം, എന്നാലേ മന്ത്രിക്കുള്ളൂ. പച്ചയ്ക്ക് പറഞ്ഞാൽ ഒരു ആട്ടിൻ പറ്റത്തെയാണ് ചോദിച്ചത്. ഒരു റിപ്പോർട്ട് പ്രകാരം 30 ആട് മന്ത്രിക്കാൻ ചോദിച്ചു എന്നുണ്ട്. അല്ല, 100 ആടാണെന്നുമുണ്ട്. ഏറ്റവും ചെറുതെടുക്ക്, 30 ആടിന് എന്ത് ചിലവുണ്ടെന്ന്. 30 ആട് ചോദിച്ചു. സ്വഹീൽ ബുഖാരിയിലെ ഹദീസാണിത്. ഒരാട്ടിൻ പറ്റത്തെ ചോദിച്ചു. ആ ആട്ടിൻപറ്റത്തെ കൊടുത്തു. സ്വഹാബത്ത് ചെന്ന് മന്ത്രിച്ചു കൊടുത്തു.
യഖറഉ ബി ഉമ്മിൽ ഖുർആൻ, ഉമ്മുൽ ഖുർആൻ കൊണ്ട് മന്ത്രിച്ചു. ഏതാണ്ടത് സൂറത്തുൽ ഫാത്തിഹ. അവരിങ്ങനെ ഫാത്തിഹ ഓതിയിട്ട് മന്ത്രിക്കാൻ തുടങ്ങി. മന്ത്രിച്ചു കഴിഞ്ഞപ്പോൾ എന്ത് സംഭവിച്ചു? വിഷമിറങ്ങിപ്പോയി, രോഗിക്ക് സുഖം പ്രാപിച്ചു. നമ്മുടെ നാവോലല്ലോ, സ്വഹാബത്തിൻ്റെ അല്ലേ. എന്നിട്ട് ഇവർ ഈ ആട്ടിൻപറ്റത്തെയും കൊണ്ട് റസൂലുള്ളാഹിന്റെ അടുക്കലേക്ക് ചെല്ലുകയാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വീകരിക്കൂല്ല എന്നിങ്ങനെ പേടിച്ച് നിന്നപ്പോൾ നബി തങ്ങൾ പറഞ്ഞു, മന്ത്രിച്ചോ. നല്ല മന്ത്രമാണല്ലോ, ആരേത് മന്ത്രമാണെന്ന് പറഞ്ഞു തന്നത്? എന്താണ് ഇനാം കിട്ടിയത്? റസൂലുള്ള ചോദിക്കുകയാണ്, എന്താ കിട്ടിയത്? നബി ഇങ്ങനെ ആട്ടിൻപറ്റത്തെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഹബീബായ സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നുണ്ട്, ഖുദുഹ, അത് നിങ്ങൾ എടുത്തോളൂ, വളിരിബൂലി ബിസഹ്മിൻ, അതിൽ നിന്ന് ഒരു പങ്ക് എനിക്കും തന്നോളൂ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അത് വേണ്ടിയിട്ടല്ല, നബി തങ്ങളുടെ കയ്യിൽ ഒന്നും ഇരിക്കൂല, അതെല്ലാം പാവപ്പെട്ടവർക്കും കൊടുക്കാനുള്ളതാണ്. എന്നാൽ നബി തങ്ങൾ പഠിപ്പിക്കുന്ന എന്താ? മന്ത്രിച്ചിട്ട് പൈസ ചോദിച്ചു പോലും വാങ്ങാം എന്ന് ഈ ഹദീസിൽ നിന്ന് വ്യക്തമാകുന്നുണ്ട്. ഏതെങ്കിലും ഒരു ഉസ്താദ് ഈ ഹദീസ് ഉണ്ടായിട്ട് പോലും ഇത് തെളിവ് വെച്ചിട്ട് ആരെങ്കിലും നിങ്ങളുടെ വീട്ടിൽ വന്ന് മന്ത്രിച്ചിട്ടോ മൗലിദ് ചൊല്ലിയിട്ടോ ദ്വാ ചെയ്തിട്ടോ പൈസ എടുക്കടോ ഇത്ര വേണം എന്ന് ഡിമാൻഡ് ചെയ്യാറുണ്ടോ? ഇല്ലല്ലോ സഹോദര, ഇല്ല. നമ്മൾ ഈ ഒരു വ്യക്തിവിരോധം കൊണ്ട്, അല്ലെങ്കിൽ ഈ പറയുന്ന ഒരു വിഭാഗത്തോടുള്ള വിരോധം കൊണ്ട് ചില ആളുകളുടെ വൃത്തികെട്ട അതരങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു വീഴുന്ന ഏറ്റവും വൃത്തിഹീനമായ വാക്കുകളെ കടമെടുത്തിട്ട് നമ്മുടെ ജീവിതത്തിൽ അത് പ്രതിഫലിപ്പിക്കല്ലേ? എത്രമേൽ മോശമാണത്. ഈ ആലിമീങ്ങൾ ആരോടും അങ്ങനെ ചോദിക്കാറില്ല. നമ്മളൊരു ഹദിയ കൊടുക്കുകയാണ്, അവർക്ക് ചോദിക്കാൻ റൈറ്റ് ഉണ്ടായിട്ട് പോലും അവർ ചോദിക്കുന്നില്ല. നിങ്ങൾ കൊടുക്കുകയാണ്, നമ്മൾ കൊടുക്കുകയാണ് അല്ലേ? അപ്പോൾ ഇത്രമേൽ ആഭാസം നിറഞ്ഞ വീഡിയോസൊക്കെ ചെയ്യാതെ മാന്യമായിട്ട് എന്തെങ്കിലും ചെയ്യുമോ സഹോദര? ഇതൊന്നും കോമഡിയല്ല, ഇതൊക്കെ വെറും വൃത്തികേടുകളാണ്. ഇതൊക്കെ ഇസ്ലാമിനെ പറയിപ്പിക്കലാണ്, ജനമധ്യത്തിൽ ഇസ്ലാമിനെ നാറ്റിക്കലാണ്, നെറികെട്ട സംസ്കാരമാണ്. അള്ളാഹു റബ്ബുൽ ആലമീൻ നമുക്ക് ബോധം നൽകുമാറാകട്ടെ. അപ്പോൾ നമ്മൾ ഈ പറയുന്ന പോലെ അല്പമൊക്കെ നാണോ മാനോ ഉണ്ടെങ്കിൽ ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ ഏർപ്പെടാതിരിക്കുക. വീട്ടുകാർ ഉപദേശിക്കുന്നില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അല്ലേ? നമുക്ക് പൈസ കിട്ടാൻ എന്തും ചെയ്യാന്നുള്ള സംഗതി വരാൻ പാടില്ല. അങ്ങനെയാണെങ്കിൽ നമ്മുടെ കുടുംബം പോലും നമ്മുടെ കയ്യിൽ സുരക്ഷിതമല്ല. പൈസ മാത്രമാണ് നമുക്ക് വലുതെങ്കിൽ. അള്ളാഹു നമ്മളെയൊക്കെ സംരക്ഷിക്കട്ടെ. ആരോടും വിരോധമുള്ളത് കൊണ്ടല്ല, ചില കാര്യങ്ങൾ പറയേണ്ടതുപോലെ പറയേണ്ടതുണ്ട്. അള്ളാഹു നമുക്കെല്ലാവർക്കും ബോധം നൽകി അനുഗ്രഹിക്കട്ടെ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.